Mr. President. So, good morning, മുല്ലപ്പെരിയാർ. Myself Abhilash. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 884 മീറ്റർ ഉയരമുള്ള മുല്ലപ്പെരിയാർ ഡാമിൽ 100 വർഷത്തിൽ കൂടുതൽ ജലം കെട്ടി നിർത്തുന്നത് അമേരിക്കയിലെ സിസ്മോളജി റിപ്പോർട്ട് പ്രകാരം ഭൂമിക്കടിയിൽ ടെക്ടോണിക് പ്ലേറ്റിന്റെ മൂവ്മെന്റ്, കോണ്ടിനെന്റൽ ക്രസ്റ്റ്, കോണ്ടിനെന്റൽ കൊളീഷൻ കാരണമാകും. അതുമൂലം ഇന്നർ കോർ, ഔട്ടർ കോർ, ലോവർ മാൻഡിൽ, അപ്പർ മാൻഡിൽ, അസ്നോസ്ഫിയർ, ലെസ്നോസ്ഫിയർ, കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ് ഇതിൽ വഴി ഭൂകമ്പമോ സുനാമിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ കരുനാപ്പള്ളി മുതൽ കാസർഗോഡ് വരെയും ഇന്ത്യയിലെ 65 തീരദേശ സംസ്ഥാനത്തും ഏഷ്യയിലെ 34 കടൽത്തീര രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 333 കോടി ജനങ്ങൾ ജലസമാധിയാകും. ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ നിർമ്മിത ചൈനീസ് ആധുനിക ചരക്ക് കപ്പൽ, യുദ്ധക്കപ്പലാണത് ശരിക്കും. അത് കടലിൽ നങ്കുരം ഇട്ടിട്ട് കൃത്രിമ പ്രളയം സൃഷ്ടിച്ചാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. രക്ഷിക്കാൻ ലോകത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും നിസ്കരിച്ചാലും ദ ഇമ്മോർട്ടൽ റൂളർ, ദ ഗോഡ്, മൈസെൽഫ്. ഓക്കെ, താങ്ക് യു. പിന്നെ രണ്ടാമത്തെ കാര്യം, മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ സ്ഥലത്താണ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്